ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2023 ജനുവരി മാസം 10-ാം തീയതിക്ക് ശേഷമുള്ള 3 മാസങ്ങളിൽ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയ ഭയങ്കരമായ ചില പ്രതികൂലങ്ങളുണ്ട്. സാമ്പത്തികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധികളിലൂടെ ഒന്നുമാറി ഞങ്ങൾ കടന്നുപോയി. ആ കടന്നുപോയ പ്രതിസന്ധികളുടെ ഏറ്റവും ഒടുവിൽ ഞാൻ എൻ്റെ ഉറക്കത്തിൽ മൃദുവായ ഒരു ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദമാണ് എന്നെ ബലത്തോടെ പിന്നെയും ശുശ്രൂഷയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ആ 3 മാസത്തോളം സമയങ്ങൾ നീണ്ടു നിന്ന ആ ഒരു വലിയ പ്രതിസന്ധിയുടെ കാരണം എന്താണെന്ന് അല്പസമയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും ദൈവവചനമാണ് നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. എന്നാൽ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ഓരോ ദിവസവും പല പ്രിയപ്പെട്ടവരും തിരുവചന സന്ദേശങ്ങൾ വളരെ അനുഗ്രഹമാകുന്നു എന്ന് വിളിച്ചു പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ 3 മാസത്തെ ആ ഒരു കഠിനമായ പരിശോധനകളിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും മനസ്സിലാക്കിയ ചില ആത്മീക പാഠങ്ങളുണ്ട്. അത് ദോഷത്തിനായിട്ടല്ല, എല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അനുഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച ആത്മീക പാഠങ്ങൾ ഒന്ന് പറയുകയാണ്. ഒന്നാമത്തേത്, നമ്മുടെ ആത്മീക ജീവിതം ശുശ്രൂഷ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. നിസ്സാരമായി നമ്മൾ ഒരിക്കലും അതിനെ കാണാനായിട്ട് പാടില്ല. 2, ദൈവം തരുന്ന സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും ഒരിക്കലും നമ്മൾ അവഗണിക്കാനായിട്ട് പാടില്ല. അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. വെറും സ്വപ്നമായോ വെറും ദർശനമായോ വെറും ഒരു ദൈവിക ഇടപെടലായോ നമ്മൾ കാണരുത്. നമ്മൾ ആത്മീകമായി പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും ഒക്കെ ഗൗരവമാകേണ്ടുന്ന മേഖലകളിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. അടുത്തതായിട്ട്, ആത്മീക പോരാട്ടം എന്ന് പറയുന്ന പിശാച് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ ദൈവപൈതലിനോട് പോരാടുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ ശരിക്കും നമ്മളെ നശിപ്പിക്കുവാനും നമ്മളെ ഇല്ലാതാക്കുവാനുമാണ് അവൻ പോരാടുന്നത്. ആ സമയത്ത് നമ്മൾ വളരെ വിജിലൻ്റ് ആകേണ്ടത് ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. ദൈവം കാത്തോളും, ദൈവം രക്ഷിച്ചുകൊള്ളും, ദൈവം സംരക്ഷിച്ചോളുമെന്നൊക്കെയുള്ള ചിന്തകളിൽ നല്ലതാണ് ചിന്തകൾ. പക്ഷെ ഒരിക്കലും ഉദാസീനതകൾ നമ്മളെ ബാധിക്കാനായിട്ട് പാടില്ല. എനിക്ക് ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചധികം ആത്മീക കാര്യങ്ങൾ ആ ഒരു സമയത്തെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കർത്താവ് തന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ആ അനുഭവങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. 2023 ജനുവരി മാസം 10-ാം തീയതി സന്ധ്യയ്ക്ക് 7:15 ഉണ്ടായ ഒരു വലിയ വാഹന അപകടത്തോടു കൂടിയാണ് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. വലിയൊരു അനർത്ഥത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. പക്ഷേ ആ വാഹന അപകടം വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം മലവെള്ളപ്പാച്ചിലുകൾ പോലെ തുടർച്ചയായ പ്രതിസന്ധികൾ, ചിക്കൻ ബോക്സ്, കുഞ്ഞാശുപത്രിയിൽ അഡ്മിറ്റാകുന്നു, അങ്ങനെ പല എന്താ പറയുന്നത്, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. ഒന്നുമാറി എൻ്റെ മാതാപിതാക്കൾക്ക് നേരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, ജീവിത പങ്കാളിക്ക് നേരെ മാറി ഒരു 3 മാസങ്ങൾ തുടർന്നു. ഭീമമായ സാമ്പത്തികമായ നഷ്ടങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായി. അത് ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഞാൻ അത് എന്താണ് കാര്യങ്ങളെന്നും എങ്ങനെയാണ് ദൈവം അതിൽ നിന്ന് വിടുവിച്ചതെന്നുമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ജനുവരി മാസം 10-ാം തീയതി ഉണ്ടായ ആക്സിഡൻറ്റിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. ഞങ്ങൾ ആന്ധ്രയിൽ രാജ്മണ്ഡ്രി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള പിട്ടാപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രിസ്മസ് ടൈമിൽ ഒരു 15 ദിവസത്തേക്ക് ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയി. അവിടെ പോകാനൊരു കാരണമുണ്ട്. അവിടെ കുറേ മീറ്റിങ്ങുകൾ നടന്നു. ഒത്തിരി പേര് കർത്താവിനെ അറിഞ്ഞു. അപ്പം അവിടെ പോകാനുള്ള കാരണം എന്താണെന്നൂടെ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. കൊറോണയുടെ ആ ഒരു സമയങ്ങൾ നമുക്കറിയാമല്ലോ. ആ സമയത്ത് ഈ ആന്ധ്രാപ്രദേശിലെ ഈ സ്ഥലത്ത്
ഒരു പിട്ടാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അനന്തകുമാർ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 2007 മുതൽ 2011 വരെ ദൈവവചനം പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു തെലുങ്കനായ സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മറ്റൊരു ഇതര വിശ്വാസത്തിൽ നിന്ന്, ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ദൈവിക ഇടപെടലുകൾ ഉണ്ടായി തനിക്കുള്ളതെല്ലാം വിട്ട് കളഞ്ഞിട്ട് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയതാണ്. അവർക്കൊരു 15ഓളം ചർച്ചുകൾ ഞാൻ ഈ പറഞ്ഞ പിട്ടാപ്പുറം ആ സ്ഥലങ്ങളിൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചിൽ ഒരു 140 വിശ്വാസികളുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കെല്ലാം അവിടെ ശുശ്രൂഷകൾക്കായിട്ട് പോകും. ഒരു മലയാളികൾ പോലുമില്ല. ഭയങ്കര സന്തോഷമാണ് നമുക്കവിടെ പോകുമ്പോൾ. എൻ്റെ കാഴ്ചപ്പാടുകളെ പോലും മാറ്റിമറിച്ചതൊക്കെ ആ യാത്രകളാണ്. കാരണം നമ്മൾ ഈ മലയാളികൾക്ക് പൊതുവേ ഒരു ധാരണയുണ്ട്, ഈ ദൈവത്തെ അറിയുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും മലയാളികൾ മാത്രമാണെന്ന്. അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. നമ്മൾ ഈ ഔട്ട് ഓഫ് കേരള പോയാൽ, നമ്മൾ എവിടെ പോയാലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ ഈ ആന്ധ്രയിൽ ആദ്യമായിട്ടൊക്കെ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വെള്ള തുണി ഉടുത്ത് കണ്ട മലയാളികളെ പോലെ ഭയങ്കരമായിട്ട് ആത്മാവിലും സത്യത്തിലുമൊക്കെ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യം ഇവരൊക്കെ മലയാളികളാണെന്നാണ്. ഒരു സിസ്റ്ററുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു, പ്രാർത്ഥിക്കാനായിട്ട് അവർ വന്നു. ആ സിസ്റ്ററുടെ പേര് ഫേബ എന്നാണ്. അപ്പം ഞാൻ ആ സഹോദരിയോട് ഞാൻ വിചാരിച്ചു മലയാളിയാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവരുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് വേറൊരു പേരാണ്. അപ്പം അവരെല്ലാം കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ പേര് പോലും അവർ ഒഫീഷ്യലി മാറ്റിയിട്ടില്ല. അവർ ഈ ബൈബിളിലെ പേരുകൾ സ്വീകരിച്ച് അങ്ങനെ കർത്താവിന് വേണ്ടി എല്ലാ തരത്തിലും ഒരുപാട് പ്രതികൂലങ്ങൾ സഹിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ഒത്തിരി ആളുകൾ ആ നാട്ടിലെ ആ ജാതികളിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഇറങ്ങിയ ആളുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ലോകത്തിൽ എവിടെ പോയാലും നമുക്കത് കാണാൻ പറ്റും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിശ്ചയമായ ഒരു പ്രവൃത്തിയാണ്. സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും അനേകർ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് അതേ കർത്താവിങ്കിലേക്ക് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് അത് മനുഷ്യൻ ചെയ്യുന്നതല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരാളായിരുന്നു, ഒരു വലിയ കുടുംബത്തിലുള്ള ആളായിരുന്നു. തനിക്ക് ദൈവിക ദർശനങ്ങളുണ്ടായി, ദൈവിക ഇടപെടലുകളുണ്ടായി, സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു 55-60 വയസ്സോളം പ്രായം അന്ന് ഉണ്ടായിരുന്നു. അപ്പം ഈ കൊറോണ സമയത്ത് അദ്ദേഹത്തെ കൊറോണ ബാധിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ന്യൂമോണിയ ബാധിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഈ കൊറോണ ടൈമിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ചുറ്റുപാടുകളിൽ അവിടെ ഞാൻ ഈ പറഞ്ഞ പിട്ടാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്, വിശാഖപട്ടണത്തു നിന്നും എനിക്കൊന്ന് ഒരു 200 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ പിട്ടാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ സാച്ചുറേഷൻ ലെവലെല്ലാം, അപ്പോൾ പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, സാച്ചുറേഷൻ ലെവൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാച്ചുറേഷൻ ലെവലെല്ലാം ഒത്തിരി അപകടകരമായ നിലയിലേക്ക് താണുപോയി. 75-70 ആ ഒരു നിലയിലേക്കൊക്കെ താണുപോയി. അദ്ദേഹത്തിന് മരണത്തെ മുഖാമുഖം കണ്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് ഈ ദൈവദാസൻ്റെ മോൻ, എൻ്റെ സ്നേഹിതൻ അനന്തകുമാർ പാസ്റ്റർ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജുകൾ ഇടുകയും ഞങ്ങൾ ചർച്ചിൽ ഞാനും എൻ്റെ കുടുംബവും, കാരണം അന്ന് ആർക്കും ഒന്നിച്ചു കൂടാൻ പറ്റാത്ത സമയമാണല്ലോ, ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു സ്നേഹിതനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഈ വിവരങ്ങളെല്ലാം പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ഇത്രയും പ്രായമുണ്ട്, അദ്ദേഹം ഹൈ ഡയബറ്റിക്കാണ്. അപ്പം ഈ ഓക്സിജൻ്റെ ലെവൽ കുറവായതുകൊണ്ട് മിക്ക രാത്രികളിലും അദ്ദേഹത്തോട് കമന്ന് കിടക്കാനായിട്ട് പറയുമായിരുന്നു. അങ്ങനെ കമന്ന് കിടക്കുമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതകരമായി അദ്ദേഹത്തെ വിടുവിച്ചു. ഭയങ്കരമായിട്ട് ദൈവം കർത്താവ് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ വിടുവിച്ചു. അപ്പം അദ്ദേഹത്തെ വിടുവിച്ചു, സൗഖ്യം കൊടുത്തു. ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ സന്തോഷമായിട്ട് ആ ചർച്ച പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൊറോണ കഴിഞ്ഞ് ആ ഒരു 2022 ആരംഭ മാസങ്ങളിൽ അവർ എന്നെ വിളിച്ചു, ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, വരണം. ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് 2022 മാർച്ചിൽ അവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ ആ മീറ്റിങ്ങിനായിട്ട് ഞാൻ പോയി. ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന 2023 ജനുവരിയിലാണ്. ഓക്കെ, ഞാൻ എങ്ങനെയാണത് സംഭവിച്ചതെന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ 2022 മാർച്ചിൽ ഞാൻ അവിടെ ചെല്ലുന്നു, ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നു. അപ്പം ഈ ആന്ധ്രയിലെയൊക്കെ ഒരു ശുശ്രൂഷയുടെ രീതികളെന്ന് പറയുന്നത്, അവിടുത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങുകൾ
വൈകിട്ട് 8 മണിയാകുമ്പോഴാണ് തുടങ്ങുന്നത്. 8 മണി 8:30 ആകുമ്പോഴാണ് ജോലിയെല്ലാം തീർത്തിട്ട് ഈ ആൾക്കാർ അവിടേക്ക് വരുന്നത്. അപ്പം ഇവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ 10:30 പക്ഷെ 10:30 കഴിയുമ്പം ഈ നമ്മൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് ഒരു ഭയങ്കര പണിയുണ്ട്. എന്താണ് ആ പണിയെന്നറിയാമോ? ഈ വരുന്ന ആളുകളുടെ എല്ലാം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ചെറിയ ജോലിയൊന്നുമല്ല. 150 പേരൊക്കെ കൂടി വരുമ്പോൾ ഈ 150 പേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അവിടെ അങ്ങനെയാണ്. കാരണം അവർ ദൈവദാസന്മാരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് എന്തോ വലിയ ദൈവാനുഗ്രഹങ്ങളൊക്കെ കിട്ടുമെന്ന് ഉള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് അവർക്കത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ ആലോചനകൾ തന്നാൽ ആ സമയത്ത് ദൈവദാസന്മാരത് പറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവാലോചനകൾ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ട്, ഒരു സഹോദരിയോട് ഞാനൊരു ദൈവാലോചന പറഞ്ഞെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പറഞ്ഞ ദൈവാലോചന എന്ന് പറയുന്നത് ഇതാണ്: നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നടക്കത്തില്ല എന്ന് നീ കരുതിയത്, നിനക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഒരു നന്മ, ഒരവകാശം ദൈവം നിൻ്റെ കരത്തിൽ തരാനായിട്ട് പോവുകയാണ്. അത് നീ അസാധ്യമെന്ന് വിചാരിക്കും, നിൻ്റെ ജീവിതത്തിൽ അത് സാധ്യമാക്കും. അപ്പം ഇംഗ്ലീഷ് ടു തെലുങ്ക് ട്രാൻസ്ലേഷനാണ്. ഞാൻ ഇംഗ്ലീഷിൽ ശുശ്രൂഷിക്കുന്നു, തെലുങ്കിലേക്ക് പാസ്റ്ററുടെ മോന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ അതെല്ലാം പറഞ്ഞു. എനിക്കും അവരാരാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഈ സഹോദരി ഇവരൊരു വലിയ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. അപ്പം ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇവർക്ക് വാങ്ങാനായിട്ട് ഇവർ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഉടമസ്ഥർ ഇവർക്കത് കൊടുക്കത്തില്ല. പക്ഷേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവാലോചന അവരോട് പറഞ്ഞു. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ, രാത്രി 10, 11, 12 ആയപ്പോഴാണെന്ന് തോന്നുന്നു അവർ ആ മീറ്റിംഗ് വിട്ടു പോകുന്നത്. പക്ഷേ നേരം പുലർന്നപ്പോൾ ഈ സ്ഥലം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു വീട്ടുകാർ വന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥലം വേണമെങ്കിൽ എടുത്തോ, നിങ്ങൾക്ക് പൈസ ഉള്ളതുപോലെ തന്നാൽ മതി, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോകാനായിട്ടൊക്കെയുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവരൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ദൈവം ഈ കാര്യം അവർക്ക് വേണ്ടി ചെയ്തു. അവിടെയും നീർന്നില്ല. ഈ പറഞ്ഞ സഹോദരിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെ ജോലികളൊക്കെ അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടെ വിശാലമായത് കിട്ടി. ദൈവം അവരെ അങ്ങ് അനുഗ്രഹിച്ചു. അപ്പോൾ ശരിക്കും കർത്താവ് ഇത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തെ ഉറപ്പിക്കാനാണ്. നമ്മൾ മിടുക്കനായിട്ടോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ പറഞ്ഞവൻ്റെ കഴിവൊന്നുമല്ല. കാരണം എനിക്കിത് ആരാണെന്ന് പോലും ഓർമ്മയില്ല. അപ്പം ആ ദൈവദാസൻ എന്നോട്, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നടന്നു. ആ സഹോദരിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി മീറ്റിംഗ് വെക്കുമ്പം അവരുടെ വീട്ടിലൊരു മീറ്റിംഗ് വെക്കണമെന്ന് അവർ പറഞ്ഞേക്കുക. കാരണം യേശു ഇത്രയും അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ അവർക്ക് ആ നാട്ടുകാരോടല്ലോ ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2022 ഡിസംബർ മാസം ഏറ്റവും ഒടുവിലത്തെ ആ ദിവസങ്ങളിൽ ക്രിസ്മസ് ടൈമാണ്. അപ്പം ഈ ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്മസ് ടൈമുകളിൽ എന്താ പറയുന്നത്, ക്രിസ്മസ് സെലിബ്രേഷൻ എന്നുള്ള പേരിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരോട് സുവിശേഷം പറയും. ഈ ക്രിസ്മസിൻ്റെ പേരിലാണ് മീറ്റിംഗ് നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് മാത്രമേ സുവിശേഷം പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം കുറേ മീറ്റിങ്ങുകൾ അവിടെ നടന്നു. അപ്പം ഈ സഹോദരി എന്താണ് ചെയ്തതെന്നറിയാമോ? ഇവർ അന്ന് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പകരമായിട്ട് ഇവരൊരു കാര്യം ചെയ്തു. ഇവർ ചെയ്തത്, ഇവരുടെ ആ ഒരു ഗ്രാമത്തിൽ ഇവരുടെ ബന്ധുമിത്രാദികളെയും ആൾക്കാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ സഹോദരി അവരുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടത്തി. വീട്ടിൽ മീറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ റോഡ് അടച്ച് ഒരു സ്റ്റേജ് ഇട്ട് ഒരു പന്തലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പന്തൽ പോലെയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കല്ല. ഇങ്ങനെ കാറ്റിലിങ്ങനെ ഒഴുകി നടക്കുന്ന ടാർപ്പ പോലത്തെ തുണിയും കളർഫുൾ തുണിയും ഏത് സമയത്ത് നിലം പൊത്താൻ നിൽക്കുന്ന പന്തലിൻ്റെ കാലുകളും, അങ്ങനെയൊക്കെയാണ് പന്തൽ. പക്ഷെ ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. 100-300 ആൾക്കാർ, മുഴുവനും ഇവരുടെ റിലേറ്റീവ്സും ഇവരുടെ ബന്ധുക്കളും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരും എല്ലാം. അപ്പോൾ എന്നെ അവിടെ സ്റ്റേജിലേക്ക് പിടിച്ചിരുത്തുന്നു. ഈ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നു. പിന്നെ എന്താണ്, എല്ലാം അവരുടെ ലാംഗ്വേജിലാണല്ലോ. അപ്പം ഈ മീറ്റിങ്ങുകൾ നടന്നു. 1-2 പേര് പാട്ടൊക്കെ പാടി, ചർച്ചിലെ കുഞ്ഞുങ്ങളുണ്ട്, അവർ പാട്ടൊക്കെ പാടിയതിന് ശേഷം ഈ സഹോദരി എഴുന്നേറ്റ് മൈക്കിൽ കൂടി ഒരു സാക്ഷ്യം. അവർ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ 10-15 മിനിറ്റ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, തെലുങ്കിലാണല്ലോ. അപ്പോൾ എന്നോട് ഈ പാസ്റ്റർ പറഞ്ഞു, ദൈവം ചെയ്ത ഉപകാരങ്ങളാണ് പറഞ്ഞത്, പാസ്റ്റർ ദൂത് പറഞ്ഞതെന്ന് സംഭവിച്ചെന്നാണ് ഇവർ ഈ പറയുന്നത്, ഇത് മൊത്തം ഇവരുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഇങ്ങനെ കൈയടിക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് എനിക്ക് ഒരു 25-30 മിനിറ്റ് സമയം തന്നു. അപ്പം ഞാൻ ഇവരോട് എന്താണ് പറയേണ്ടുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇതൊന്നും പറയാനുള്ള യോഗ്യത എനിക്കില്ല. എൻ്റെ സാക്ഷി ഞാനങ്ങ് പറഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്തുള്ള കാര്യവും മരണത്തെ മുഖാമുഖം കണ്ടതും, യേശുവാണ് എൻ്റെ ജീവിതത്തിന് സമാധാനം തന്നത്, ആ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം
നന്നായി യേശുക്രിസ്തുവിനെക്കുറിച്ച് ആ സ്ഥലത്ത് ഞാൻ അവതരിപ്പിച്ചു, സുവിശേഷം പറഞ്ഞു. സുവിശേഷം അല്ലാതെ ഒരു കാര്യവും പറഞ്ഞില്ല. യേശുവാണിത് ചെയ്തു, ഇന്നും ജീവിക്കുന്ന കർത്താവാണിതെന്ന് പറഞ്ഞത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരു വലിയ പ്രവൃത്തി അവിടെ ചെയ്തു. ആ മീറ്റിങ്ങിൽ സംബന്ധിച്ച ഒരുപാട് ആളുകൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, ദൈവസ്നേഹത്തിലേക്ക് വന്നു. അടുത്ത ദിവസങ്ങൾ അവർ ചർച്ചിൽ വരാൻ തുടങ്ങി. ചിലർ സ്നാനപ്പെടാൻ തയ്യാറായിട്ട് എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ അങ്ങ് മാറി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ 250-300 പേർക്കും ഇവർ ബിരിയാണി കൊടുത്തെന്നുള്ളതാണ്. എനിക്ക് അത്ഭുതമായി പോയി. അതും അവിടുത്തെ രീതിയിലാണ് അവർ കൊടുക്കുന്നത്. ചിക്കനും റൈസും സലാഡുകളും എല്ലാം കൂട്ടി ഗംഭീരമായൊരു സദ്യ. ഈ വന്ന ആളുകൾക്കെല്ലാം ഗംഭീരമായൊരു സദ്യ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് എനിക്കും ഒരു പൊതി, അതിൻ്റെ അകത്ത് എനിക്കും കുറച്ച് പൈസ. ഞാൻ പറഞ്ഞ സിസ്റ്റർ എൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലല്ലല്ല ദൈവം എന്നെ ഇത്രയും അനുഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, സന്തോഷമായി. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ഈ കർത്താവിനെ അറിയാത്തവരോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പം ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷെ സംഭവിച്ചെന്താണെന്ന് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പറയുകയാണ്, സമയം ഒരുപാട് മുമ്പോട്ട് പോയല്ലോ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ വൈഫ് ആൻസി സ്വപ്നം കണ്ടു. ഞങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയുടെ മുകളിലത്തെ തട്ടുവരെ എത്തുന്ന ഉയരമുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ മുറിയിൽ കയറി വന്നു. മുറിയിൽ കയറി വന്നിട്ട് ഷോൾഡറിന് ഒരൊറ്റ അടി കൊടുത്തു. എന്നോട് പറഞ്ഞത് സ്വപ്നമാണോ ദർശനമാണോ അനുഭവമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അനങ്ങാൻ വയ്യാത്ത അവസ്ഥയെ ഞാൻ കിടന്നിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് ക്ഷീണിച്ച് കിടക്കുക. പക്ഷേ എൻ്റെ കൈക്ക് വേദനിച്ചു. എന്നിട്ട് നീ എന്തിനിവിടെ വന്നു, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കലി കൊണ്ടിറങ്ങിപ്പോകുന്നൊരു കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി രാത്രിയിൽ എഴുന്നേറ്റ് കട്ടിലിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഇസ്രായേലിനെ കീഴടക്കാനായി ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് എങ്ങനെയുള്ളവനായിരുന്നു? സാധാരണക്കാരിലും ഉയരമുള്ള കരുത്തുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ പലയിടത്തും മല്ലന്മാരെക്കുറിച്ച് നമ്മൾ കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈശാചിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉയരമുള്ള മനുഷ്യർ, മൃഗങ്ങൾ, ഇതിനെയൊക്കെ കാണുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പൈശാചിക ശക്തികളാണിത്. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഞങ്ങൾ ചിന്തിച്ചത് കർത്താവിൻ്റെ വേലയല്ലേ, സുവിശേഷ വേലയല്ലേ, ദൈവം കരുതിക്കോളും. സത്യമാണ്, ദൈവം കരുതി. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ സീരിയസ് ആകേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സീരിയസ് ആകണം. ഈ ആത്മീയ യുദ്ധമെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. കാരണം നരകത്തിലേക്ക് പോകേണ്ടുന്ന ഈ ബന്ധനങ്ങളിലും അടിമത്തങ്ങളിലും കിടക്കുന്നവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ആളുകൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയ സമയത്ത് എന്താ പറയുക, മീറ്റിങ്ങുകളെല്ലാം നടന്നു. അന്ന് എൻ്റെ ചർച്ചിലെ പ്രായമുള്ളൊരു അപ്പച്ചൻ ആ ദിവസങ്ങളിൽ സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത്. അന്നാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഞാൻ മരിച്ചൊരു പെട്ടി കിടക്കുന്ന എന്നെ കാണാൻ ആൾക്കാർ വരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ദൈവദാസനായിരുന്നല്ലോ, ദൈവമേ മരിച്ചു പോയല്ലോ എന്ന്. പക്ഷേ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടിക്കകത്തുനിന്ന് എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും വലിയ കാര്യമായിട്ടൊന്നുമല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം രണ്ടാമത്തെ കാര്യം ദൈവം കാണിച്ചു. ഞാനൊരു രാത്രിയിൽ സ്വപ്നം കണ്ടു, എൻ്റെ മോനെ ഞാനിവിടെ വണ്ടിയെ പോകുന്നു. ഒരു വണ്ടി വന്ന് എൻ്റെ മോൻ്റെ മണ്ടയ്ക്ക് വീഴുന്നു. അവൻ ആ വണ്ടി എടുത്ത് എറിയുന്നു. ഇങ്ങനെ ഒരു കാര്യം അവരും കണ്ടു. അപ്പം ഇങ്ങനെ തുടർച്ചയായ സ്വപ്നങ്ങൾ കാണാനായിട്ട് തുടങ്ങി. പക്ഷേ ഞങ്ങളതിനെ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. ഞങ്ങൾ ശുശ്രൂഷകളെല്ലാം ചെയ്തു. 31-ാം തീയതി 2022 ഡിസംബർ 31 മുമ്പ് ചർച്ചിൽ തിരിച്ചു വന്നു. ന്യൂ ഇയറിൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് എനിക്ക് പല സ്ഥലത്തും നാട്ടിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മീറ്റിങ്ങുകൾക്കായിട്ട് പോകുന്നു, സാധാരണ പോകുന്ന പോലെ പോകുന്നു. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ഗൗരവമാകണമായിരുന്നു. ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ദൈവസന്നിധിയിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യണമായിരുന്നു. ഇന്ന് ഞാനതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നു. 2023 ജനുവരി മാസം 10-ാം തീയതി ഉച്ചയ്ക്ക് കുമ്പനാടുള്ള ഒരു കടയിൽ ബൈബിൾ വാങ്ങാനായിട്ട് ഞാൻ പോയി. തിരിച്ചു വന്ന് എൻ്റെ വൈഫിൻ്റെ വീട് പുല്ലാട്ട് എൻ്റെ വൈഫിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പുല്ലാട്ട് വൈഫിൻ്റെ ചർച്ചിലെ പാസ്റ്റർ അവിടെ വന്നു. അദ്ദേഹം വന്നു പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, റെൻസനെ ദൈവാത്മാവിനെ കാണിക്കുന്നു, നിങ്ങളുടെ പുറകിൽ ഒരാക്സിഡൻ്റ് ഉണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ശാസിച്ചതിനെ തിരിച്ചു വന്നു. ഞങ്ങൾ പിന്നെയും ഗൗരവമായിട്ടെടുത്തില്ല. പക്ഷെ സംഭവിച്ചത് അന്ന് രാത്രിയിൽ ഈ പറയുന്നതിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് 7:15 ഒക്കെ കഴിയുന്ന സമയത്ത് പത്തനംതിട്ടയിലെ പുത്തൻപീടിയിലെ സന്തോഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ 4 പേര് ഒരു ഗുരുതരമായ ഒരു അപകടത്തിൽപ്പെട്ടു.
ഞാനും എൻ്റെ വൈഫും തെറിച്ച് റോഡിൽ വീണു, കുഞ്ഞുങ്ങൾ തെറിച്ച് റോഡിൽ വീണു. ദൈവകൃപയാൽ ഒരാപത്തും പറ്റാതെ സർവശക്തനായ ദൈവം ആ സമയത്ത് ഞങ്ങളെ കാത്തു. എൻ്റെ കാലിൻ്റെ കണ്ണെല്ലാം ടൂ വീലറിലായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേര് ടൂ വീലറിൽ പോയത് തെറ്റാ. പക്ഷേ വീടിൻ്റെ അടുത്ത് മാതാപിതാക്കളെ കണ്ടിട്ട് സന്ധ്യയല്ലേ, വേറെ കുഴപ്പമില്ല. പിന്നെ ആ സമയത്തൊക്കെ കുറച്ച് ഈ കാറിൽ എപ്പോഴും യാത്ര ചെയ്യുന്നത് കുറച്ച് ഞെരുക്കമായതുകൊണ്ടാണ് സ്കൂട്ടറിൽ പോയത്. പക്ഷേ അതിവേഗത്തിൽ പാഞ്ഞു വന്നൊരു വാഹനമാണ് ഞങ്ങളെ ഇടിച്ച് ഞങ്ങളെ തെറിപ്പിച്ചത്. ദൈവകൃപയാൽ ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളും തെറിച്ച് റോഡിൽ വീണു. ഭയങ്കരമായ ശബ്ദമായിരുന്നു. ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം പരിശോധനകൾ നടത്തുന്നു. ദൈവകൃപയെ അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കാലിനൊരു ഇൻഫെക്ഷനായി. പക്ഷേ ഈ ഒരു ഇൻഫെക്ഷൻ കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തെ തൊലി മൊത്തം മുറിഞ്ഞ് പൊളന്നത്ര ഇളകി അങ്ങ് പോയി. പക്ഷേ ഇത് സ്റ്റിച്ചെല്ലാം ഇട്ട് അവർ വിട്ടു. പക്ഷേ അത് കരിയേണ്ടതായിരുന്നു. പക്ഷേ അത് ഇൻഫെക്ഷനായി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം, ഇൻഫെക്ഷനായി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ എൻ്റെ വൈഫിന് ചിക്കൻ ബോക്സ് ആയി. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. അതാണ് ഈ ജനുവരി 10 ശേഷമുള്ള കഠിനമായ പരിശോധനകൾ. എൻ്റെ വൈഫിന് ചിക്കൻ ബോക്സ് ആയി. ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ മോള് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഉറുക്ക കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ ആരാണ്ട് എടുത്തുകൊണ്ട് പോകാൻ വരുന്നേ. ഇങ്ങനെ കുഞ്ഞ് പറഞ്ഞു. പിറ്റേ ദിവസം കുഞ്ഞ് ഛർദ്ദിച്ചു. ഒരു കാര്യവുമില്ല. വെളിയിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. കുഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങി, ലൂസ് മോഷൻ ആകാൻ തുടങ്ങി. വൈകിട്ടായപ്പോഴത്തേക്ക് കുഞ്ഞ് അബോധാവസ്ഥയിലായി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ ഷുഗറെല്ലാം താണുപോയി. കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡായി വല്ലാത്തൊരവസ്ഥയിലായി. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. വീൽ ചെയറിൽ കാൽ ഇൻഫെക്ഷനായിട്ട് ഞാൻ, ചിക്കൻ ബോക്സുമായിട്ട് ഭാര്യ, കുഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ്. അവിടെ കൊണ്ടും തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. എൻ്റെ കാലിൽ തുടരെ ഇൻഫെക്ഷനായി. ഞാൻ ആശുപത്രി തുടരെ കയറേണ്ടതായിട്ട് വന്നു. അത് പഴുക്കിയാണ്, മുറിവ് കരിയുന്നില്ല. ഡോക്ടേഴ്സിന് പോലും മനസ്സിലാവുന്നില്ല ഇതെന്താ കരിയാത്തതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഈ ജനുവരി 10 ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ പപ്പ എന്ന് പറയുന്ന ഒരാൾ, കാല് വയ്യാത്ത ഒരാളാണ്. 1.5 വയസ്സിൽ പോളിയോ ബാധിച്ച് പപ്പായുടെ കാല് തളർന്ന് പോയി. വടിയിലാണ് പപ്പ നടക്കുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ അറിഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ട് വന്നൊരു കുടുംബമാണ്. പക്ഷേ എൻ്റെ പപ്പായ്ക്ക് ഈ ബലഹീനതകളുണ്ട്. പെട്ടെന്ന് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മമ്മിയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെ ഈ അപകടം നടന്നതുകൊണ്ട് നാട്ടുകാരെല്ലാവരും, ആ സമയത്തുള്ളവരെല്ലാം ഒന്നിച്ചു കൂടി. അവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, റെൻസനും കുടുംബം ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ടു, എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ആരാണ് വിളിച്ചു പറഞ്ഞതെന്നോ എപ്പോഴാണ് എങ്ങനെ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇത് കേട്ട മമ്മിക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലെയായി. പെട്ടെന്നൊരു പ്രയാസം ഉണ്ടായി. കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതായി. മരിച്ചു എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. സത്യമാണ്. അതുപോലത്തെ നിലയിലാണ് കുഞ്ഞുങ്ങളെല്ലാം നിലത്ത് തെറിച്ചു വീണ് അനങ്ങാതെ കിടക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇത് കേട്ടത് മുതൽ എൻ്റെ മമ്മിക്ക് പെട്ടെന്ന് BP ആയി. ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മമ്മിക്ക് BP കൂടുന്നു. BP മരുന്ന് മാറ്റാനായിട്ട് വേറെ മരുന്ന് കൂടുന്നു. മമ്മിയുടെ സോഡിയം മമ്മിക്ക് കൂടുന്നു. പെട്ടെന്ന് മമ്മിയെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ മമ്മിയെ അഡ്മിറ്റാക്കുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. മമ്മി ബിലീവേഴ്സിൽ കുഞ്ഞിങ്ങനെ. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഈ ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മളിതിനെ പല സമയങ്ങളിലും നിസ്സാരമായിട്ട് എടുക്കും. പക്ഷേ എന്നിട്ട് പോലും ഗൗരവമായി ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ഈ വിഷയം ദൈവസന്നിധി കൊടുക്കാനോ പോലും നമ്മൾ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവം കരുതിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ ഇത് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ദൈവം ഓൾറെഡി എത്രയോ വാണിങ്ങുകൾ ദൈവം തന്നു. അങ്ങനെ മമ്മി ബിലീവേഴ്സിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വയ്യാത്ത കാലം കൊണ്ട് തന്നെയാണ് ഞാൻ ആ സമയങ്ങളിലൊക്കെ പോകുന്നു. ചർച്ചിൻ്റെ കൺവെൻഷൻ നടക്കുന്നു, എനിക്ക് പോകാൻ പറ്റാതെ ആകുന്നു. അങ്ങനെ ഒത്തിരി മുമ്പോട്ട് പോയി. ഒരു ദിവസം ഞായറാഴ്ച ആരാധന നടത്തണം. ഈ ഞായറാഴ്ച വിശുദ്ധ സഭായോഗം നടത്തണം. ശനിയാഴ്ച വൈകിട്ട് ഞാൻ മാനസികമായി തളർന്നു. കാരണം തുരുതുര പ്രശ്നം. എൻ്റെ വൈഫ് പാല് മേടിക്കാൻ പോകുന്നിടത്ത് വണ്ടി ഇടിക്കാൻ വരുന്നു. ഒരു പയ്യൻ വന്നിട്ട് ഇടിക്കാതെ മറിഞ്ഞു വീഴുന്നു. അവരിനി ഈ വീഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ആൾക്കാരും ഈ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സുകൊണ്ട് മടുത്തു. കാരണം ഞാൻ തളർന്നു പോയി. ഞായറാഴ്ച സഭായോഗം നടത്തണം. ഞായറാഴ്ച ജനത്തെ ബലപ്പെടുത്തേണ്ടവനാണ് ഞാൻ. ശനിയാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ മുറിയിലേക്ക് കയറി. അന്ന് എൻ്റെ മമ്മി ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. എൻ്റെ വൈഫാണ് ആ സമയത്ത് അവിടെ നിൽക്കുന്നത്. ആരാധന നടത്താൻ ഞാൻ വന്നതാണെന്ന് ഓർക്കണം. പുല്ലാട് വെച്ച് ഞാൻ കയറി. പുല്ലാട്ട് ആ കട്ടിലിൽ കിടന്നിട്ട്
ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് വയ്യ, ഇനി ഞാൻ ശുശ്രൂഷിക്കുന്നില്ല. നാളെ ഞാൻ ആരാധന നടത്താൻ പോകും. ഞാൻ പോകും, പാട്ടുപാടും നടത്തും, ഞാൻ പ്രസംഗിക്കത്തില്ല, ആർക്കെങ്കിലും കൊടുക്കും. ദൈവം നല്ലവനാണെന്നും ദൈവം ഉപകാരിയാണെന്നും ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടുന്നത്? എൻ്റെ മനസ്സിൻ്റെ അകത്ത് എനിക്കൊരു സമാധാനവുമില്ല. ഇതെന്തായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. 2-3 മാസമായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ അങ്ങയുടെ വേലയല്ലേ ചെയ്തത്? എൻ്റെ കാര്യം പോലും ഞാൻ നോക്കിയിട്ടില്ല. അന്നും ഇന്നും എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം കൂടുതലും കർത്താവിൻ്റെ കാര്യത്തിനാണ്. സമ്പാദിക്കാനാണെങ്കിൽ, ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ വഴികളുണ്ട്. ആരോടും കടം മേടിക്കാറില്ല, ആരെയും ചതിച്ചിട്ടില്ല. എന്താ പറയുന്നത്? അങ്ങനെയൊന്നും സുവിശേഷത്തെ ഞാൻ വിറ്റിട്ടില്ല. ദൈവം തരുന്നത് ഉൾക്കൊണ്ട് ജീവിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ആന്ധ്രയിലൊക്കെ പോയാൽ അവിടെ നിന്നൊന്നും ഒന്നും കിട്ടാൻ പോലും ഇല്ല. വല്ലതും അവിടെ കൊടുത്തിട്ട് പോട്ടെ. അതല്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഞാൻ പരമാർത്ഥമായി ഞാൻ ദൈവവേല ചെയ്തു. പക്ഷേ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ. ഞാൻ എന്താണ് പോയി ആൾക്കാരോട് നാളെ പ്രസംഗിക്കേണ്ടുന്നത്? ഞാൻ അങ്ങനെ എന്തൊക്കെയോ ദൈവത്തോട് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ ദൈവത്തോട് പിണങ്ങാൻ പാടില്ല. പക്ഷെ അന്ന് ഞാൻ പിണങ്ങി, തെറ്റായിപ്പോയി. ഞാനിങ്ങനെ കണ്ണടച്ച് മയങ്ങി. ഞാനത് പറഞ്ഞങ്ങ് തീർക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഭയങ്കരമായ മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം സാമ്പത്തികമായി തുടരെ ആശുപത്രി പോയി 10,000 രൂപ ചിലവായി. എൻ്റെ കാലിൻ്റെ ഇൻഫെക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സുമെടുത്തു. ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ ചുവട്ടിൽ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല, എന്നെ എടുത്തോണേ എന്നുള്ള രീതിയിൽ ഞാൻ കടന്നു. എന്നെ എടുത്തോണേന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഈ ഗ്രഹങ്ങൾ പോലെ എൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മാതാപിതാക്കന്മാർ, പിന്നെ ചർച്ചിലെ കുറച്ച് ദൈവമക്കൾ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പം ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന പോലെ എൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജീവനെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയാൽ പിന്നെ എന്തായി തീരും. അപ്പം എടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങനെ കട്ടിലിൽ തല ചായ്ച്ച് ഇങ്ങനെ കിടക്കാനായിട്ട് തുടങ്ങി. കിടന്ന് ഒരു പാതി മയക്കത്തിലേക്ക് പോയപ്പോൾ മൃദുവായൊരു ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു. ഞാൻ കേട്ടത്, ഞാൻ നിൻ്റെ കുടുംബത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ 2 എൻ്റെ കൺമുമ്പിൽ കാണുകയാണ്. ആക്സിഡൻറ്റ് നടന്ന ആ രംഗങ്ങൾ എൻ്റെ കൺമുമ്പിൽ കാണുകയാണ്. പെട്ടെന്ന് ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നുള്ള രീതിയിലൊരു ദൈവശബ്ദം. ഈ ദൈവശബ്ദം കേട്ടതും ഉടനടി ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ്. പിന്നെ ബാക്കി കേൾക്കാൻ ഞാൻ നിന്നില്ലെന്നുള്ളതാണ് സത്യം. കാരണം മെസ്സേജ് കമ്മ്യൂണിക്കേറ്റായി. ദൈവം എന്നോട് പറയാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് മനസ്സിലായി. അത് മതി. ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. ഞാൻ ആ കട്ടിലിൻ്റെ താഴേക്ക് ഇറങ്ങി മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് പറഞ്ഞു, സോറി കർത്താവേ, ക്ഷമിക്കണം. സത്യമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നീ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ കുടുംബത്തെ അവിടുന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളുടെ വീഴ്ച കണ്ട ആ പത്തനംതിട്ട മുത്തൂറ്റിലെ ഓർത്തോ ഡോക്ടർ എൻ്റെ നട്ടല്ലടിച്ചാണ് ഞാൻ റോഡിൽ വീണത്. എൻ്റെ നട്ടല്ലടിച്ച്, എൻ്റെ വൈഫിൻ്റെ ഷോൾഡർ അടിച്ചാണ്, എൻ്റെ കുഞ്ഞിൻ്റെ തല പുറവശത്ത് പോയി മണ്ണിലടിച്ച് ടാറിലടിച്ചാണ് വീണത്. ഡോക്ടർ എല്ലാം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തീരേണ്ടതായിരുന്നു. ഈ രംഗങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ശത്രുവിൻ്റെ കയ്യിൽ എൻ്റെ ജീവനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എനിക്കത് മനസ്സിലായി. ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു, അപ്പാ, ഞാൻ അങ്ങയുടെ വേല ഇനിയും ചെയ്യാം. സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറയട്ടെ, ദൈവം ചില സ്വപ്നങ്ങൾ കാണിച്ചു കുറച്ചുകൂടെ ഗൗരവമാകാമായിരുന്നു. നമുക്ക് പല സമയങ്ങളിലും പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവം കരുതിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് നടക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, നമ്മൾ ദൈവസന്നിധി ഇരിക്കത്തില്ല, ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ വിജിലൻ്റായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ സഭയായിട്ട് ഞാൻ ഈ വിഷയത്തിൽ പ്രാർത്ഥന ചോദിച്ചു. ദൈവമക്കൾ ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായി ദൈവം ആ പൈശാചിക പോരാട്ടത്തെ അഴിച്ചുവിട്ടു. അതൊരു പൈശാചിക പോരാട്ടമായിരുന്നു. ഞങ്ങളെ പിറകിൽ നടന്ന്, എൻ്റെ വൈഫ് കണ്ട സ്വപ്നം എന്താ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഉയരമുള്ളൊരു മനുഷ്യൻ. ദൈവം ഞങ്ങൾക്ക് വ്യക്തമായ അടയാളം സ്വപ്നങ്ങളിലൂടെ തന്നു. ദൈവം വിടുവിച്ചു. ആ പ്രശ്നങ്ങളെല്ലാം മാറി. ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള വഴികളെ ദൈവം ഒരുക്കാൻ തുടങ്ങി. അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ആമേൻ, സഹായിച്ചു. നഷ്ടപ്പെട്ട നന്മകളെ ദൈവം മടക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒരു പാട്ടുകാരൻ പാടുന്ന പാട്ടുണ്ടല്ലേ, മരണനിഴലിൻ താഴ്വരയിൽ ശരണമായി എനിക്ക് യേശുവുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ലെങ്കിലും 1-2 വരി പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മരണനിഴലിൻ
താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമെൻ അന്ത്യം വരെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഏലിയാവിനോട് ദൈവം സംസാരിച്ചൊരു ശബ്ദമുണ്ട്. എന്ത് ശബ്ദം എന്നറിയാമോ? മൃദുവായ ശബ്ദം. തീയിൽ യഹോവ ഇല്ലായിരുന്നു, കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു, ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ മൃദുവായൊരു ശബ്ദം, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ചില സമയത്ത് ദൈവം വളരെ ശക്തമായ ഭാഷയിൽ നമ്മളോട് സംസാരിക്കും. ചില സമയത്ത് വളരെ സോഫ്റ്റ് സൗണ്ടിൽ നമ്മളോട് ഇടപെടും. ആ ഒരു ദൈവശബ്ദം എനിക്ക് തന്ന ബലം ഭയങ്കരമാണ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഒരു സാക്ഷ്യം അനേകർക്ക് പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാറ്റിലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. അവിടുന്ന് നമ്മളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവാണ്. വിശ്വസ്തരായിരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, അവിടുത്തെ വഴികളിൽ നടക്കുക, അവിടുത്തെ വചനത്തെ സ്നേഹിക്കുക. വളരെ ഷോർട്ട് ടൈമാണ് നമ്മുടെ ജീവിതം. എത്ര നാൾ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനായി നമുക്ക് ജീവിക്കാം. ഒരു നാൾ നമ്മളെല്ലാവരും അവിടെ പോയി നിൽക്കേണ്ടതായിട്ട് വരും. അന്ന് നമുക്ക് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാം. അതിലേക്കുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. പരസ്പരം പ്രാർത്ഥിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.